ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചതുർത്ഥി തിഥിയെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. വളരെ കുറച്ച് ആളുകളെ അത് കണ്ടിട്ടുള്ളൂ. എല്ലാവരും പോയി അത് കാണണം. കാരണം വളരെ പ്രത്യേകതയുള്ള ഒരു ചതുർത്ഥി തിഥിയാണ് വരാൻ പോകുന്നത്. ആ ദിവസം ഭഗവാൻ വിഘ്നേശ്വരനെ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളും മാറുന്നതിന് അന്നത്തെ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും പറയും റിപ്പബ്ലിക് ഡേ ആണെന്ന്. പക്ഷെ അതെന്താണെന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലർക്കും കൃത്യമായ ഒരു ഉത്തരം അതിനറിയാൻ മേലായിരുന്നു. എല്ലാവരും അത് പോയി കാണണം. അത്യാവശ്യം ഭഗവാനെ വിളിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സാമാന്യ വിവരമൊക്കെ ഉണ്ടാകണം. അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കൂടെ പോയി കണ്ട് എന്താണ് റിപ്പബ്ലിക് ഡേ, എന്തിനാണ് രാജ്യം അത് ആഘോഷിക്കുന്നത്, എന്താണ് ജനാധിപത്യവും റിപ്പബ്ലിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് പോയെന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അത് കാണണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും വേണം, ലൈക്ക് ചെയ്യുകയൊക്കെ വേണേ. ഇന്ന് ഞാൻ പറയാൻ വന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നു, അതല്ലെങ്കിൽ ഒരു പടത്തിൽ നോക്കി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. എവിടേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്? സാധാരണ മനുഷ്യരെല്ലാം ഒരു ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ അല്ലെങ്കിൽ ഒരു പടം കണ്ടാലും ആദ്യം നമ്മുടെ ആ ഒരു ശ്രദ്ധ പോകുന്നത് ഭഗവാന്റെ മുഖത്തേക്കാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജാംഘ്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? താമരപ്പൂ പോലുള്ള നാഭിയുള്ള ഭഗവാനെ അവിടത്തേക്ക് ഞങ്ങൾ നമസ്കരിക്കുന്നു. താമരപ്പൂമാല എപ്പോഴും ധരിച്ച് അലങ്കരിച്ചിരിക്കുന്ന ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. താമരപ്പൂ പോലെയുള്ള നേത്രമുള്ള ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അതുപോലെ താമരപ്പൂ പോലെ, താമര ഇതളുകൾ പോലെ, താമരപ്പൂ പോലെ ഭംഗിയുള്ള ആ പാദത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, വ്യാഖ്യാനമെന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മൾ തൊടേണ്ടത് ഭഗവാന്റെ പാദത്തെയാണ്. പാദം മുതലാണ് നമ്മൾ തൊഴുത് തുടങ്ങേണ്ടത്. പാദം, ഭഗവാന്റെ തുട, ഭഗവാന്റെ അരഭാഗം, പിന്നീട് ഭഗവാന്റെ നെഞ്ച്, മുഖം, ഇങ്ങനെ വേണം തൊഴുതു പോകാനെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുന്തിദേവിക്ക് ഇങ്ങനെ തൊഴണമെന്നറിയാം. അപ്പോൾ കുന്തിദേവിക്ക് ഭഗവാന്റെ അമ്മായിയാണല്ലോ. അപ്പോൾ അങ്ങനെ തൊഴാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നാഭി മുതൽ മുകളിലേക്ക് തൊഴുതു എന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും സാധാരണക്കാരായ മനുഷ്യർ ചെയ്യേണ്ടത് ഭഗവാന്റെ പാദം മുതലാണ് തൊഴുതു തുടങ്ങേണ്ടത്. ആദ്യം നമ്മൾ നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ ദൃഷ്ടി പോകേണ്ടത് ഭഗവാന്റെ തൃപ്പാദത്തിലേക്കാണ്. അതിനുശേഷം അവിടുന്ന് മുകളിലേക്ക് ആണ് തൊഴേണ്ടത്. അവസാനം മാത്രമേ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി തൊഴാവൂ. ഭഗവാന്റെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ തൃപ്പാദങ്ങളിലാണ് തൊഴേണ്ടത്. അതുപോലെ ഭഗവാന്റെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ഒരാളിങ്ങോട്ട് വരുന്നു, ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് വന്നിട്ട് നടുക്ക് കയറി നിന്ന് നേരെ നോക്കി അങ്ങ് തൊഴും. ഒരു കാരണവശാലും അങ്ങനെ തൊഴാൻ പാടില്ല. ഒരു വശത്തേക്ക് മാറി നിന്ന് ഭഗവാന്റെ തൃപ്പാദം മുതൽ മുകളിലേക്ക് വേണം തൊഴുത് അവസാനം മാത്രമേ ഭഗവാന്റെ ആ തിരുമുഖത്തേക്ക് നോക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് തൊഴേണ്ടത്. കാരണം ഭഗവാന്റെ പാദപൂജ ചെയ്യാൻ ഭഗവാൻ ആരെയും അനുവദിക്കാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ തൊടാൻ ഭാഗ്യമുള്ളവർ അകത്ത് പൂജ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്കുള്ള ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു അനുഗ്രഹവും കൂടി നമുക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എന്തൊരു കുടം പോലെ അല്ലെങ്കിൽ ഒരു വൃത്താകൃതിയിലുള്ള ഒരു മണി പോലത്തെ ഒരു സാധനം നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ച് അനുഗ്രഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പുറത്ത് ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു അനുഭവം, കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കാണും.
അത് ഭഗവാന്റെ തൃപ്പാദത്തെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ. എന്നിട്ട് അക്ഷതമൊക്കെ നമ്മുടെ തലയിൽ തൂകിത്തരും. അത് നമ്മൾ കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവർക്കാണെങ്കിൽ അതറിയാം. അപ്പോൾ ഭഗവാന്റെ തൃപ്പാദത്തിലാണ് നമ്മൾ ആദ്യം തൊഴേണ്ടത്. താമരപ്പൂ പോലെയുള്ള പാദങ്ങളാണ് ഭഗവാന്റെ. അപ്പോൾ ആ പാദത്തിൽ വേണം നമ്മൾ ആദ്യം തൊഴാൻ. ഒരിക്കലും നേരെ പോയി നിന്ന് ആദ്യം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി തൊഴാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് തൊഴേണ്ടത്. അത് ഭാഗവതത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പാദം മുതൽ മുകളിലേക്ക്, പാദം, തുട, പിന്നീട് അരഭാഗം, പിന്നെ നെഞ്ച്, മുഖം, ഇങ്ങനെ വേണം നമ്മൾ, അതായത് താഴേന്ന് മുകളിലേക്ക് വേണം തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് തൈപ്പൂയം പൂയമായിട്ട് ഇന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ആചരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം സുബ്രഹ്മണ്യ സ്വാമി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ ചതുർത്ഥി ദിനം വരുന്നു. വളരെ പ്രത്യേകതയുള്ള ചതുർത്ഥിയാണ്. എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കേണ്ടുന്ന ദിവസമാണ്. ചില സ്ഥലങ്ങളിൽ ചതുർത്ഥി ദിവസത്തിന് വ്യത്യാസമുണ്ട്. ആ ദിവസത്തിൽ കാരണം നമ്മുടെ തിഥികൾ വരുന്നതിനനുസരിച്ച് ഏകാദശി പോലെ ചില ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് പോലെ ചില സ്ഥലങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നോക്കി എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് അതനുസരിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ആ ദിവസം ചതുർത്ഥി തിഥിയിൽ നമ്മൾ ഭഗവാൻ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതെന്ന്. അഷ്ടഗണപതികളുണ്ട്, അതിലൊരു രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയി കാണുക. അതുപോലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതും എല്ലാവരും കാണണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ. പാദം മുതൽ വേണം പ്രാർത്ഥിക്കാൻ. ശ്രീമദ് ഭാഗവതത്തിൽ അക്കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ശ്ലോകം ജപിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം, എഴുതിയെടുത്തോളൂ. നമ പങ്കജ നാഭായ നമ പങ്കജ മാലിനേ നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജാം ഘ്രയേ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാം ഘ്രയേ. ഇങ്ങനെ ജപിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ നമസ്കരിക്കാവുന്നതാണ്. ഈ രീതിയിൽ മാത്രമേ ഭഗവാനെ നമ്മൾ തൊഴാൻ പാടുള്ളൂ. ഭഗവാന്റെ കാൽപാദങ്ങൾ മുതലേ മുകളിലേക്കാണ് നമ്മൾ തൊഴേണ്ടത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ നടുക്ക് പോയി നിന്ന് നമ്മൾ തൊഴാൻ പാടില്ല. ഒരു വശം ചരിഞ്ഞ് നിന്ന് വളരെ ഭക്തിയോടുകൂടി മാത്രമേ ഭഗവാനെ തൊഴാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഭഗവാന്റെ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.